ഹലോ, നമസ്കാരം. പ്രദീപാണ്. എ ഐ കൊണ്ട് പണി പോകുന്ന ഒരു കൂട്ടം ആളുകളുടെ കഥ, അതാണ് ഞാൻ ഇന്ന് പറയുന്നത്. എ ഐ കൊണ്ട് പണി പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നിർബന്ധമായിട്ടും നിശ്ചയമായിട്ടും ആരുടെ പണി എന്ന് ലിസ്റ്റ് എടുത്ത് നോക്കി കഴിഞ്ഞാൽ 1, 2, 3 പറഞ്ഞ ലിസ്റ്റ് എടുത്ത് നോക്കി എനിക്ക് തോന്നിയത് ഏറ്റവും കൂടുതൽ പണി പോകുന്ന സാധ്യതയുള്ള ഒരു വിഭാഗം ടീച്ചർമാരാണ്. എന്തുകൊണ്ടാണ് ടീച്ചർമാരുടെ ജോലി എ ഐ കളയുന്നത് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ അല്ല സർ, ടീച്ചർമാരുടെ നമ്മളെ എന്തിനാണ് സ്കൂളിലേക്ക് എന്തിനാണ് അവർക്ക് നോളേജ് ലഭിക്കാൻ പറ്റില്ലാണ്. അപ്പൊ ഈ നോളേജ് ഫ്രീ ഓഫ് കോസ്റ്റ് നമുക്ക് ഇഷ്ടം പോലെ നോളേജ് നമുക്ക് എ ഐ തരാം. പിന്നെ എന്തിനാണ് കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നത്? സ്കൂളുണ്ടെങ്കിലല്ലേ ടീച്ചർമാരുടെ ആവശ്യം. അതുപോലെ തന്നെ ട്യൂഷൻ സെന്ററുകളും നമ്മുടെ കുട്ടികൾ സ്കൂളുകളിലും പോയിട്ട് ട്യൂഷൻ സെന്ററുകളിലും പോയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ അതിനേക്കാൾ ഭംഗിയായി അതിനേക്കാൾ കൃത്യതയോടെ ഓരോ കുട്ടികളുടെയും അഭിരുചിക്ക് അനുസരിച്ച് പറഞ്ഞു കൊടുക്കാൻ എ ഐക്ക് കഴിയും. എ ഐ മോഡലുകൾക്ക് നിങ്ങൾ ഇപ്പൊ തന്നെ ഒരു ചെറിയ ക്ലാസ്സുള്ള കുട്ടികൾ തന്നെ ചാറ്റ് ജിപിടി, മെറ്റ എ ഐ, ജെമിനി ഒക്കെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു അടുത്ത 5 വർഷത്തിനുള്ളിൽ എന്തായിരിക്കും ഈ മേഖലയിലുള്ള ഡെവലപ്മെന്റ് എന്ന് ആലോചിച്ചു. അതുപോലെ തന്നെ ടീച്ചർമാരുടെ ദേഷ്യപ്പെടലില്ല. എ ഐയുടെ എത്ര തവണ വേണമെന്നുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് ചോദിക്കാം, ഒരു ഉത്തരം പറഞ്ഞു തരും. അതുപോലെ തന്നെ അടുത്തൊരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്കൂളില് വലിയ ഹ്യൂമൻ റിസോഴ്സിനെ മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ല. എ ഐ വെച്ചിട്ടുള്ള ഒരു ടീച്ചർ, ഒരു ബി ആർ ടീച്ചറിനെ വെച്ച് കഴിഞ്ഞാൽ എത്രയോ ക്ലാസ്സുകൾ ഒരേ സമയം ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുട്ടികളുടെ മാർക്ക് ഇടുന്ന കാര്യം, അത് കാൽക്കുലേറ്റ് ചെയ്യുന്ന കാര്യം, അവരുടെ അസൈൻമെന്റ് ക്രോസ് ചെക്ക് ചെയ്യുന്ന കാര്യം, ഇതൊക്കെ ഓട്ടോമേഷൻ ചെയ്യാൻ പറ്റും. ഇതൊക്കെ ഓട്ടോമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ഒരു കാഴ്ചപ്പാടില് ഇനി സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഗ്യാതറിംഗ്, ഒരു ചെറിയ സോഫ്റ്റ് സ്കില്ലൊക്കെ പഠിക്കാൻ പറ്റുന്ന ഒരു സ്ഥലമായി മാറണം. അപ്പോ ഏറ്റവും കൂടുതൽ പണി പോകുന്നത് ടീച്ചർമാരാണെന്നാണ് എന്റെ അഭിപ്രായം. ഇനി നിങ്ങളുടെ അഭിപ്രായം വ്യത്യസ്തമാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ അടിയിൽ കമന്റ് ചെയ്യും. അതുപോലെ തന്നെ വീണ്ടും നമുക്ക് പല മേഖലകളിലും എഫക്ട് ചെയ്യും. അതിനെ കുറിച്ചൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡുകളിൽ പരാമർശിക്കാം. അപ്പൊ ഇപ്പൊ ജനിച്ച 2025 ജനിച്ച കുട്ടികൾ 2030 സ്കൂളിലേക്ക് പോകുമ്പോഴേക്കും ഈ എ ഐ എന്തോരം വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയതാണെന്ന് ചിന്തിച്ചിട്ടുണ്ടാവും. അത് ഉണ്ടാകുന്ന വ്യത്യാസങ്ങളെ പറ്റി, അത് ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് വരും ദിവസങ്ങളിൽ ചർച്ച ചെയ്യാം. അപ്പോ ഏറ്റവും കൂടുതൽ പണി പോകുന്നത് ഞാൻ പറഞ്ഞ ടീച്ചർമാർക്ക് എന്നോട് ദേഷ്യം തോന്നരുത്. നമുക്ക് പിന്നെ കാണാം. നന്ദി, നമസ്കാരം.